Hello friends, today we will learn about two English expressions. I am scared and I am afraid. ഇവ രണ്ടും നമ്മൾ ഭയത്തെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ അവയുടെ ഉപയോഗത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ആദ്യം സ്കേഡ്. ഇമ്മീഡിയറ്റ് ഫിയറിന്, അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന പേടിയെ കാണിക്കാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ പറയുന്നതാണ് സ്കേഡ് എന്ന വാക്ക്. സ്കേഡ് മീൻസ് ഫീലിംഗ് fear at a specific moment, usually because of something happening right now. പെട്ടെന്നുണ്ടാവുന്ന പേടി. ഫോർ എക്സാമ്പിൾ, വെൻ യു സീ എ സ്നേക്ക് ഓർ ഹിയർ എ ലൗഡ് നോയ്സ്. ഇപ്പോൾ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു എന്ന് കരുതുക. നമ്മൾ എന്ത് പറയും? ഐ എം സ്കേർഡ്. അത് പാമ്പിനെ കണ്ടപ്പോൾ തോന്നിയ ഭയമാണ്. അല്ലെങ്കിൽ പെട്ടെന്നൊരു വലിയ ശബ്ദം കേട്ടപ്പോൾ നമ്മൾ പേടിച്ചു പോയി. അപ്പോഴും നമുക്ക് പറയാം ഐ എം സ്കേർഡ്. ഇനി അഫ്രൈഡ്. ഐ എം അഫ്രൈഡ് എന്ന് നമ്മൾ പറയുന്നത് ജനറൽ അല്ലെങ്കിൽ ഡീപ്പർ ഫിയേഴ്സിനെയാണ്. അഫ്രൈഡ് ക്യാൻ ഡിസ്ക്രൈബ് ബോത്ത് ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടൈം ഫിയർ, ബട്ട് സംടൈം ഇറ്റ് ഓൾസോ മീൻസ് വറീഡ് ഓർ ഈസ് യൂസ്ഡ് പൊളൈറ്റ്ലി വെൻ ഗിവിങ് ബാഡ് ന്യൂസ്. അഫ്രൈഡ് നമ്മൾ യൂസ് ചെയ്യുക ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടിയിട്ടല്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇരുട്ട് പേടിയാണ്. ഇത് ഒരു പ്രാവശ്യത്തെ കാര്യമല്ല, എപ്പോഴൊക്കെ ഇരുട്ടായാലും എനിക്ക് പേടിയാണ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് ഐ ആം അഫ്രൈഡ് ഓഫ് ഹൈറ്റ്സ്. അപ്പോൾ ഐ ആം അഫ്രൈഡ് എന്നത് നമുക്ക് സ്ഥിരമായുള്ള എന്തെങ്കിലും ഒരു പേടി, അതിനെ കാണിക്കുമ്പോഴാണ് നമ്മൾ അഫ്രൈഡ് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് അഫ്രൈഡ് വേറൊരു സിറ്റുവേഷൻസിലും യൂസ് ചെയ്യാം. രണ്ട് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം. അതായത് ഐ എം അഫ്രൈഡ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ടു ഗീവ് ബാഡ് ന്യൂസ് ജെന്റ്ലി ഓർ റെഫ്യൂസ് പൊളൈറ്റ്ലി. പിന്നെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ബാഡ് ന്യൂസ് എന്തെങ്കിലും സൗമ്യമായി പറയാനും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കില്ല എന്ന് നമുക്ക് ആരോടെങ്കിലും പറയണമെങ്കിൽ നമുക്ക് അഫ്രൈഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ എം അഫ്രൈഡ് യുവർ order was delayed. I am afraid I can't help you. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഭയത്തെ എക്സ്പ്രസ് ചെയ്യാൻ സ്കേർഡും, എപ്പോഴുമുള്ള പേടിയെ കാണിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അഫ്രൈഡും യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.